നമസ്കാരം. ഇന്ത്യൻ പീപ്പിൾ ടിവിയിലേക്ക് സ്വാഗതം. ഞാൻ രൂപേഷ്. പ്രധാന വാർത്തകൾ. 2025 വഖഫ് നിയമത്തിലെ ചില വ്യവസ്ഥകൾക്ക് സുപ്രീം കോടതിയുടെ ഭാഗിക സ്റ്റേ. മരിക്കും വരെ കോൺഗ്രസുകാരനായി തുടരുമെന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ MLA. ഇടപ്പള്ളി മണ്ണുത്തി ദേശീയപാത ഇടക്കാല ഗതാഗത സമിതി റിപ്പോർട്ട് ഹൈക്കോടതിക്ക് സമർപ്പിച്ചു. ലൈംഗിക പീഡന കേസിൽ മുൻ മന്ത്രി നീലലോഹിതദാസൻ നാടാരെ കുറ്റവിമുക്തനാക്കി. വാർത്തകൾ വിശദമായി. 2025 വഖഫ് നിയമത്തിലെ ചില വ്യവസ്ഥകൾക്ക് സുപ്രീം കോടതിയുടെ ഭാഗിക സ്റ്റേ. 2025 വഖഫ് ഭേദഗതി നിയമത്തിലെ ചില വ്യവസ്ഥകൾ സുപ്രീം കോടതി ഭാഗികമായി സ്റ്റേ ചെയ്തു. 5 വർഷമായി ഇസ്ലാം മതം അനുഷ്ഠിക്കുന്ന വ്യക്തിക്ക് മാത്രമാണ് വഖഫ് സമർപ്പണത്തിന് സാധിക്കൂ എന്നത് ഉൾപ്പെടെയുള്ള വ്യവസ്ഥയാണ് ചീഫ് ജസ്റ്റിസ് BR ഗവായ്, ജസ്റ്റിസ് AC മാസിഹ് എന്നിവരടങ്ങിയ ബെഞ്ച് സ്റ്റേ ചെയ്തത്. സംസ്ഥാന സർക്കാരുകൾ ഈ വ്യവസ്ഥ നിർണ്ണയിക്കുന്നത് സംബന്ധമായ നിയമങ്ങൾ രൂപീകരിക്കും വരെയാണ് സ്റ്റേ. വഖഫ് സ്വത്ത് സർക്കാർ സ്വത്തിൽ കയ്യേറിയിട്ടുണ്ടോ എന്ന തർക്കത്തിൽ തീരുമാനമെടുക്കാൻ സർക്കാരിന്റെ നിയുക്ത ഉദ്യോഗസ്ഥനെ അനുവദിക്കുന്ന വ്യവസ്ഥയും സ്റ്റേ ചെയ്തു. മരിക്കും വരെ കോൺഗ്രസുകാരനായി തുടരുമെന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ MLA. മരിക്കും വരെ കോൺഗ്രസുകാരനായിരിക്കുമെന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ MLA തിരുവനന്തപുരത്ത് നിയമസഭാ സമ്മേളനത്തിൽ പങ്കെടുക്കാനെത്തിയപ്പോൾ മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു രാഹുൽ. പാർട്ടി നേതൃത്വത്തെ ധിക്കരിച്ചല്ല സഭയിലെത്തിയതെന്നും ഇപ്പോഴും പാർട്ടിക്ക് വിധേയനാണെന്നും രാഹുൽ പറഞ്ഞു. ഒരു നേതാവിനെയും കാണാൻ ശ്രമിച്ചില്ലെന്ന് പറഞ്ഞ രാഹുൽ ആരോപണങ്ങളെക്കുറിച്ചുള്ള ചോദ്യങ്ങൾക്ക് അന്വേഷണം നടക്കട്ടെ എന്ന് മാത്രം മറുപടി നൽകി. ഇടപ്പള്ളി മണ്ണുത്തി ദേശീയപാത ഇടക്കാല ഗതാഗത സമിതിയുടെ റിപ്പോർട്ട് ഹൈക്കോടതിക്ക് സമർപ്പിച്ചു. ഇടപ്പള്ളി മണ്ണുത്തി ദേശീയപാതയിലെ ഗതാഗതവുമായി ബന്ധപ്പെട്ട 18 പ്രശ്നങ്ങളിൽ 13ലും ഏറെക്കുറെ പരിഹാരമായതായി ഇടക്കാല ഗതാഗത കമ്മിറ്റി നൽകിയ റിപ്പോർട്ട് ഹൈക്കോടതിയുടെ പരിഗണനയ്ക്ക് സമർപ്പിച്ചു. തൃശൂർ റൂറൽ ജില്ലാ പോലീസ് മേധാവിയും RTOയും അടങ്ങുന്ന കമ്മിറ്റി തയ്യാറാക്കിയ റിപ്പോർട്ട് ജില്ലാ കളക്ടറുടെ ഹൈക്കോടതിക്ക് സമർപ്പിച്ചത്. റിപ്പോർട്ട് പരിശോധിച്ച ശേഷം നാളെ 1 മാസം മുമ്പ് താൽക്കാലികമായി തടഞ്ഞ പാലിയക്കരയിലെ ടോൾ പ്ലാസയിലെ പിരിവ് പുനരാരംഭിക്കുന്നതിൽ തീരുമാനമെടുക്കാമെന്ന് ഹൈക്കോടതി അറിയിച്ചു. ലൈംഗിക പീഡന കേസിൽ മുൻ മന്ത്രി നീലലോഹിതദാസൻ നാടാരെ കുറ്റവിമുക്തനാക്കി. വനം വകുപ്പ് ചീഫ് കൺസർവേറ്ററായിരുന്ന IFS ഉദ്യോഗസ്ഥ നൽകിയിരുന്ന ലൈംഗിക പീഡന കേസിൽ മുൻ മന്ത്രി ഡോക്ടർ A നീലലോഹിതദാസൻ നാടാരെ ഹൈക്കോടതി കുറ്റവിമുക്തനാക്കി. പുറമെ നീലലോഹിതദാസിനെ 1 വർഷത്തേക്ക് ശിക്ഷിച്ചുകൊണ്ട് കോഴിക്കോട് മജിസ്ട്രേറ്റ് കോടതി പുറപ്പെടുവിച്ച ഉത്തരവ് ഹൈക്കോടതി റദ്ദു ചെയ്യുകയും ചെയ്തു. നീലലോഹിതദാസ് നൽകിയ അപ്പീൽ പരിഗണിച്ചാണ് ഹൈക്കോടതിയുടെ നടപടി. ജസ്റ്റിസ് കൗസർ എടപ്പകത്താണ് വിധി പുറപ്പെടുവിച്ചത്. പട്ടാളി മക്കൾ കച്ചി തർക്കം. അൻപുമണി വിഭാഗത്തിന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അംഗീകാരം. തമിഴ്നാട്ടിലെ നിയമസഭാ തിരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ വണ്ണിയാർ സമുദായക്കാരുടെ പട്ടാളി മക്കൾ കച്ചിയിലെ തർക്കത്തിൽ നിർണായക വഴിത്തിരിവ്. പാർട്ടി സ്ഥാപകനായ ഡോക്ടർ A രാംദോസിന്റെ മകൻ അൻപുമണി നേതൃത്വം നൽകുന്ന വിഭാഗത്തിനെ ഔദ്യോഗിക വിഭാഗമായി തിരഞ്ഞെടുപ്പ് കമ്മീഷൻ അംഗീകരിച്ചു. പാർട്ടി ചിഹ്നം അൻപുമണി വിഭാഗത്തിന് അനുവദിച്ചു. കഴിഞ്ഞ ദിവസമാണ് രാംദോസ് മകനും മുൻ കേന്ദ്രമന്ത്രിയുമായ അൻപുമണിയെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയത്. പാർട്ടി BJP അനുകൂല നിലപാട് എടുക്കണമെന്ന് വാദിക്കുന്ന വിഭാഗമാണ് അൻപുമണിയുടേത്. പാർട്ടി സ്ഥാപകൻ ഡോക്ടർ രാംദോസിന് DMK-ക്കൊപ്പം സഖ്യത്തിലേർപ്പെടാനാണ് താല്പര്യം. അന്തർ സംസ്ഥാന ലഹരിക്കടത്ത് 4 പേർ പിടിയിൽ. കേരളത്തിലേക്ക് ബംഗളൂരു കേന്ദ്രീകരിച്ച് ലഹരിക്കടത്ത് നടത്തിവന്ന 4 പേരെ മലപ്പുറം പോലീസ് ഡാൻസ് ഓഫ് സംഘം പിടികൂടി. കണ്ണൂർ മമ്പ്രം പറമ്പായി സ്വദേശി 36-കാരനായ ഷഫീഖ്, പൊള്ളായിക്കര സ്വദേശി 29-കാരൻ മുഹമ്മദ് ഫാസിൽ, മങ്ങലോട്ടുചാൽ സ്വദേശി 26-കാരൻ മുഹമ്മദ് ബിലാൽ, കാസർഗോഡ് മഞ്ചേശ്വരം സ്വദേശി 23-കാരനായ ഹുസൈനാർ എന്നിവരാണ് പിടിയിലായത്. ഇവരിൽ നിന്ന് 50 ഗ്രാം MDMA പിടികൂടിയിട്ടുണ്ട്. വിജിൽ കൊലപാതകം 2ാം പ്രതിയെ നാട്ടിലെത്തിച്ചു. ആന്ധ്രയിൽ നിന്ന് പിടികൂടിയ കോഴിക്കോട് വിജിൽ കൊലക്കേസിലെ 2ാം പ്രതി രഞ്ജിത്തിനെ നാട്ടിലെത്തിച്ചു. ഇയാളെ മറ്റു 2 പ്രതികൾക്കുമൊപ്പം കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്യും. അതിനിടെ കൊല്ലപ്പെട്ട വിജിലിന്റെ DNA സാമ്പിൾ കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ ഫോറൻസിക് വിഭാഗം പോലീസിന് കൈമാറി. ഇനി സാമ്പിൾ കണ്ണൂരിലെ ഫോറൻസിക് ലാബിൽ പരിശോധന നടത്തും. വിജിലിന്റെ ബന്ധുക്കളുടെ രക്തസാമ്പിളും പരിശോധന നടത്തും. ഇടവേള. പാലക്കാട് വരുമ്പോ പുതിയ കമ്മൽ വാങ്ങിച്ചരാന്ന് പറഞ്ഞിട്ട് ഒരു ചമ്മലും ഇല്ല അല്ലെ? എന്തിനാ ഒരു കമ്മലാക്കുന്നേ? ഒരു ആഭരണ ഫാക്ടറിയിലേക്ക് എന്നെ കൊണ്ടുപോയേക്കാം. ഇഷ്ടം പോലെ വാങ്ങിച്ചോ. ആഭരണ ഫാക്ടറിയോ? എവിടെ? ഇവിടെ പാലക്കാട് തന്നെ. വേഗം റെഡി ആയിക്കോ. പോവാം. ഒരുപാട് ട്രഡീഷൻസ് ഉള്ള നാടാ പാലക്കാട്. ട്രഡീഷണൽ കളക്ഷൻസ് എനിക്ക് ഭയങ്കര ഇഷ്ടാ. എന്താ തിളക്കല്ലേ? പാലക്കാടിന്റെ കാര്യം പറഞ്ഞ പാലക്കാമലയുടെ കാര്യമല്ല. പാലക്കാമല മതി. എന്താ സ്റ്റൈല്? അമ്മേ, ഞങ്ങള് പാലക്കാട്ടെ ആഭരണ ഫാക്ടറി കാണാൻ പോവാ. അതമ്മേ, നമ്മുടെ സ്റ്റേഡിയം ബസ് സ്റ്റാൻഡിൽ നിന്ന് സുൽത്താൻപേട്ടിലേക്ക് പോകുമ്പോ ഒരു 50 മീറ്റർ കഴിയുമ്പോ റൈറ്റ് സൈഡിൽ കാണാം. എന്താ സ്റ്റൈല്? കൊള്ളാലേ?
ഓതന്റിക് ചെട്ടിനാട് ടെമ്പിൾ ലൈറ്റ് വെയിറ്റ് ഏതാ വേണ്ടത്? എല്ലാം. ആഭരണ ഫാക്ടറി സൂപ്പർ അല്ലേ? ട്രിനിറ്റി സൂപ്പർ. കേരളത്തിലെ ഏറ്റവും വലിയ ഹോൾസെയിൽ ജ്വല്ലറിയായ ട്രിനിറ്റി ഗോൾഡിന്റെ പാലക്കാട് ഷോറൂമിൽ നിന്ന് 100% 916 HUID സ്വർണ്ണാഭരണങ്ങൾ ഇനി നിങ്ങൾക്കും തൃശൂരിലെ അതേ ഫാക്ടറി വിലയിൽ സ്വന്തമാക്കാം. Trinity Gold, near Stadium Bus Stand, Palakkad. വാർത്തകൾ തുടരുന്നു. 45-കാരി വീട്ടിനുള്ളിൽ പൊള്ളലേറ്റ് മരിച്ചു. 45-കാരി വീട്ടിനുള്ളിൽ പൊള്ളലേറ്റ് മരിച്ച നിലയിൽ കാസർഗോഡ് വടക്കേ പുലിയന്നൂരിൽ സവിതയാണ് മരിച്ചത്. ഇന്ന് രാവിലെ 11 മണിയോടെയാണ് വീട്ടിനുള്ളിൽ തീപിടുത്തമുണ്ടായത്. സവിത മണ്ണെണ്ണയൊഴിച്ച് തീ കൊളുത്തിയതാണെന്നാണ് പ്രാഥമിക നിഗമനം. മരണപ്പെട്ട സവിതയുടെ വാട്സാപ്പിൽ ഞാൻ വരാം എന്നെഴുതിയ സ്റ്റാറ്റസ് വന്നതിന് പിന്നാലെയാണ് ഇവരെ പൊള്ളലേറ്റ നിലയിൽ കണ്ടത്. സ്കൂൾ ബസ് മറിഞ്ഞു. കൊല്ലത്ത് സ്കൂൾ ബസ് മറിഞ്ഞ നിരവധി വിദ്യാർത്ഥികൾക്ക് പരിക്കേറ്റു. നിലമേൽ വേക്കലിലാണ് അപകടമുണ്ടായത്. വിദ്യാജ്യോതി സ്കൂളിന്റെ വാഹനമാണ് മറിഞ്ഞത്. സ്കൂൾ ഉച്ചവരെയേ പ്രവർത്തിച്ചിരുന്നുള്ളൂ. തട്ടത്തുമല വട്ടപ്പാറ റോഡിൽ വെച്ചായിരുന്നു വണ്ടി കയറ്റത്ത് ഗ്രിപ്പ് കിട്ടാതെ 20 അടി താഴ്ചയിലേക്ക് മറിഞ്ഞത്. 25ഓളം വിദ്യാർത്ഥികളും ഡ്രൈവറും ക്ലീനറുമാണ് അപകട സമയത്ത് വാഹനത്തിൽ ഉണ്ടായിരുന്നത്. വിദ്യാർത്ഥികളിൽ ചിലരുടെ തലയ്ക്കാണ് പരിക്കേറ്റത്. ആരുടെയും പരിക്ക് ഗുരുതരമല്ല. മദ്യപിച്ചെത്തിയ മകൻ വാക്തർക്കത്തിനിടെ അച്ഛനെ കൊലപ്പെടുത്തി. തൃശൂരിൽ മദ്യപിച്ചെത്തിയ മകൻ വാക്തർക്കത്തിനിടെ അച്ഛനെ കൊലപ്പെടുത്തി. ഏങ്ങണ്ടിയൂർ സ്വദേശി രാമുവാണ് കൊല്ലപ്പെട്ടത്. മകൻ രാജേഷിനെ വാടാനപ്പള്ളി പോലീസ് പിടികൂടി. ഇന്നലെ രാത്രിയാണ് സംഭവം. സാമ്പത്തിക കുടുംബകാര്യങ്ങളെ ചൊല്ലി അച്ഛനുമായി വാക്തർക്കത്തിനിടെ രാജേഷ് പ്രകോപിതനായി രാമുവിനെ തള്ളിയിടുകയായിരുന്നു. വീഴ്ചയിൽ തലയ്ക്ക് ക്ഷതമേറ്റ രാമു പിന്നീട് മരണപ്പെടുകയായിരുന്നു. വീട്ടിൽ നിന്നിറങ്ങിപ്പോയ രാജേഷിനെ തിരച്ചിൽ നടത്തി പോലീസ് കസ്റ്റഡിയിലെടുത്തു. കഞ്ചാവ് ചെടി വളർത്തിയ യുവാവ് അറസ്റ്റിൽ. കഞ്ചാവ് ചെടി വളർത്തിയ യുവാവിനെ അറസ്റ്റ് ചെയ്തു. കൊല്ലം കരിക്കോട് വാടകയ്ക്ക് താമസിക്കുന്ന തേമ്പാറ തൊടിയിൽ 36-കാരനായ അനൂപിനെയാണ് കിളിക്കൊല്ലൂർ പോലീസ് അറസ്റ്റ് ചെയ്തത്. 3 മാസത്തിനുള്ളിൽ ഇത് 2ാം തവണയാണ് കൊല്ലത്ത് കഞ്ചാവ് ചെടി വളർത്തൽ പിടികൂടുന്നത്. 3 വയസ്സുകാരൻ കിണറ്റിൽ വീണ് മരിച്ചു. കുടുംബ വീടിന്റെ മുറ്റത്ത് കളിക്കുന്നതിനിടെ കിണറ്റിൽ വീണ് 3 വയസ്സുകാരൻ മരണപ്പെട്ടു. കൊല്ലം കൊട്ടാരക്കര വിലങ്ങറ പിണറ്റിൻമൂട്ടിലാണ് സംഭവം. ബൈജു ധന്യ ദമ്പതികളുടെ മകൻ ദിലിനാണ് മരണപ്പെട്ടത്. രാവിലെ 10:30യോടെയാണ് കുട്ടി കിണറ്റിൽ വീണത്. അമ്മ ധന്യ മൂത്ത കുട്ടിയെ സ്കൂളിൽ വിട്ട ശേഷം കുടുംബ വീട്ടിലെത്തിയ അമ്മയുമായി സംസാരിച്ചു നിൽക്കുന്നതിനിടെയാണ് കുട്ടി കിണറ്റിൽ വീണത്. കിണറിന്റെ ആൾമറ ഉയരം കുറവാണ്. കിണറ്റിലേക്ക് എത്തി നോക്കാൻ കുട്ടി ശ്രമിച്ചപ്പോൾ കാൽവഴുതി വീണതാകാമെന്നാണ് സംശയിക്കുന്നത്. കുട്ടിയെ രക്ഷിക്കാൻ പരിസരത്ത് ജോലി ചെയ്തിരുന്ന പെയിന്റിംഗ് തൊഴിലാളികൾ ശ്രമിച്ചെങ്കിലും ആഴമേറിയ കിണറായതിനാൽ വിഫലമാവുകയായിരുന്നു. അഗ്നിശമന സേനയെത്തി പുറത്തെത്തിച്ചപ്പോഴേക്കും ജീവൻ നഷ്ടമായിരുന്നു. ട്രെയിനിൽ നിന്ന് തിരക്കിട്ട് പ്ലാറ്റ്ഫോമിലേക്ക് ചാടിയിറങ്ങാൻ ശ്രമിച്ച യുവതിക്ക് പരിക്കേറ്റു. ഒറ്റപ്പാലം റെയിൽവേ സ്റ്റേഷനിൽ ഇന്ന് പുലർച്ചെയോടെയായിരുന്നു സംഭവം. 2ാം നമ്പർ പ്ലാറ്റ്ഫോമിൽ ചാടിയിറങ്ങാൻ ശ്രമിച്ച 25-കാരിയായ യുവതിക്കാണ് പരിക്കേറ്റത്. ബംഗളൂരുവിൽ നിന്ന് ഒറ്റപ്പാലത്തുള്ള അമ്മയുടെ അടുത്തേക്ക് വരുമ്പോൾ ട്രെയിൻ ഒറ്റപ്പാലത്തെത്തിയത് ഉറക്കത്തിലായിരുന്ന യുവതി അറിഞ്ഞില്ല. സ്റ്റേഷനിൽ നിന്ന് ട്രെയിൻ പുറപ്പെട്ടപ്പോഴാണ് സ്റ്റേഷൻ വിട്ടത് യുവതി അറിഞ്ഞത്. തിടുക്കപ്പെട്ട് ചാടിയിറങ്ങാൻ ശ്രമിച്ചപ്പോൾ പ്ലാറ്റ്ഫോമിൽ തലയടിച്ചു വീഴുകയായിരുന്നു. അബോധാവസ്ഥയിലായ യുവതിക്ക് ആരോഗ്യ പ്രശ്നങ്ങളില്ലെന്ന് ബന്ധുക്കൾ പറഞ്ഞു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. 2025 വഖഫ് നിയമത്തിലെ ചില വ്യവസ്ഥകൾക്ക് സുപ്രീം കോടതിയുടെ ഭാഗിക സ്റ്റേ. മരിക്കും വരെ കോൺഗ്രസുകാരനായി തുടരുമെന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ MLA. ഇടപ്പള്ളി മണ്ണുത്തി ദേശീയപാത ഇടക്കാല ഗതാഗത സമിതി റിപ്പോർട്ട് ഹൈക്കോടതിക്ക് സമർപ്പിച്ചു. ലൈംഗിക പീഡന കേസിൽ മുൻ മന്ത്രി നീലലോഹിതദാസൻ നാടാരെ കുറ്റവിമുക്തനാക്കി. വാർത്തകൾ സമാപിച്ചു. നന്ദി, നമസ്കാരം.